നമ്മുടെ തോട്ടം ഇത് എവിടെ നിന്ന് സ്റ്റാർട്ടാവാം. കുറച്ചേ ഉള്ളൂ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. തോട്ടത്തിൽ കുറച്ച് പണിക്കാരുണ്ട്. തോട്ടത്തിൽ സ്റ്റാർട്ട്. ഇവിടെ ഒരു തോടുണ്ട്, ഇതാണ് തോട്. ചിങ്ങനെ പോത്ത് അവിടെ എല്ലാം കാപ്പിയുണ്ട്. ഇവിടെയൊക്കെ പറിക്കുന്നതായിരിക്കുന്നു. ഇതവിടെ ഇവിടുത്തെ പണിക്കാർ. ഇത് പ്രേമ. ഇത് പ്രേമ. കാപ്പി ഒരിക്കുന്ന പ്രേമ. കാപ്പി കാണണ്ടേ? കാപ്പി കാണാം. കാപ്പിയിൽ ഫുള്ള് കച്ചറാണ്. നമുക്ക് പിന്നെ കാണാം. ഫൈനലായിട്ട് ഇന്ന് എത്ര പറിച്ചും ഞാൻ കാണിച്ചു തരാം. ഇതാണ് പെർഫെക്റ്റ്. ഗ്യാപ്പിൽ ഒരാളും കൂടെ കാണുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇതിലൂടെ പോയാൽ ഇതാണ് അമ്മുക്കുട്ടി. നടക്ക്. ഇവിടെ രണ്ടാളുണ്ട്. നോക്കട്ടെ, ആരും കാണുന്നില്ലല്ലോ. ഇതാണ് രാജൻ, അതായത് എൻ്റെ അപ്പൻ. ഇതാണ് രാജൻ. ഇതാണ് വിജിക്കുട്ടൻ. കാണുന്നില്ല കേട്ടോ, കുറച്ച് ഇലന്ന് മാറി ഇങ്ങോട്ട് വരുമോ? ബ്ലോഗ് ബ്ലോഗ്. ഇലേൻ്റെ അടുക്കുന്ന കുറച്ച് മാറി വരും. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊടകിലെ മറപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. തിരുമത്തിന് അടുത്ത്. ഇവിടെ വന്ന് രാജൻ എന്ന് പറഞ്ഞ ഒരു ഗ്രാമസ്ഥനുണ്ട്, കൃഷികനാണ്. നമ്മൾ മൂപ്പരോട് സംസാരിക്കാം. ഇവിടെ കൃഷി വന്നിട്ട് കാപ്പിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് രാജനോട് ചോദിക്കാം. ഇലേൻ്റെ അടുത്ത് കഷായം വെക്കാനൊക്കെ കിട്ടും അത്യാവശ്യം. പിന്നെ വായ നടാൻ പറ്റില്ല. പന്നി, ആന ഒക്കെയാണ് ഭയങ്കര ശല്യമാണ്. ഒന്നും നടാൻ പറ്റില്ല. കപ്പ നട്ടാല് പന്നി കൊണ്ടുപോകും. കുറച്ച് മരങ്ങളും അത്ര തന്നെ. തെങ്ങില്ലേ? തെങ്ങുണ്ട്. തെങ്ങ് ഞാൻ ഗ്യാപ്പിൽ കാണിച്ചു തരാം. ഈ ഊരിടല് 6-7 മാസത്തിന്റെ കഷ്ടപ്പാടാണ്. ഏകദേശം പൈസ ഉണങ്ങിക്കഴിഞ്ഞാൽ പൈസ കിട്ടും. പിന്നെ ഈ എസ്റ്റേറ്റ് ഒന്ന് കാണണ്ടേ? ഈ എസ്റ്റേറ്റ് ഇത്രേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ പോയാൽ ഇങ്ങനെ വന്ന് അവിടെ കാണാണ് എൻ്റെ വീട്. അതാ ഇത്രേ ഉള്ളൂ എസ്റ്റേറ്റ്. ഇത് കുറച്ചും ഇങ്ങോട്ടും ഉണ്ട്. അവിടെ പണിക്കാർ നമ്മളെ വീട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 വീട്ടുകാർക്ക്. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ എസ്റ്റേറ്റിലെ കാപ്പി വരി കിട്ടില്ല. ആരാൻ്റെ എസ്റ്റേറ്റിലെ കാപ്പി വരിക്കും. അവിടെ കൂലി എത്രയാ? ചെറിയ കൂലിയുള്ളൂ. ആ കൂലിക്കാണ് പോകുന്നത്. കാരണം ഈ സ്വന്തം എസ്റ്റേറ്റിൽ എന്തുകൊണ്ടാണ് വരാം. വെള്ളം